ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സിനിസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. 4 ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒരു വീടിൻ്റെ മുകളിലായിട്ട് മറ്റൊരു വീടാണ്. അങ്ങനെ 4 വീട്ടുകാർ ഒരുമിച്ച് താമസിച്ചു പോരുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് പുതിയ ഒരു വീട് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയ കുറ്റിയടി നടക്കാൻ പോവുകയാണ്. കുറ്റിയടിക്ക് നടക്കാൻ പോവുകയാണ്. അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും രാവിലെ തന്നെ നീറ്റ് കുളിച്ച് കേരള സാരിയൊക്കെ എടുത്ത് ഐശ്വര്യമായിട്ട് തന്നെ പറമ്പിലേക്ക് പോവുകയാണ്. ഇത് ഞങ്ങൾ പൂജയ്ക്ക് ആയിട്ട് ഒരുക്കി വെച്ച സാധനങ്ങളാണ്. കുറ്റിയടിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പൂജയ്ക്കും അതേപോലെ കുറ്റിയടിക്കാനുള്ള കുറ്റിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ ക്ഷണിച്ച ആൾക്കാരൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട്. ഈ ഒരു സ്ഥലമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന, കീശ്ശേരി വഴി കൊണ്ടോട്ടി പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു 30 സെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 4 വീട് ഉൾക്കൊള്ളിക്കണം. അപ്പം അത് 4 വീടിൻ്റെയും കുറ്റിയടി ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീടിൻ്റെ സാരഥികൾ. എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ കുറ്റിയടി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. പൂജ തുടങ്ങാനായി. കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും കുറ്റിയടിക്കുക. ആദ്യം തന്നെ കുറ്റീനെ നമ്മൾ ശുദ്ധീകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറ്റി ഒരു ഐശ്വര്യത്തിനും ശുദ്ധിക്കും വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ കഴുകുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എങ്കിൽ ഞങ്ങളുടെ 4 വീടിൻ്റെയും കുറ്റിയടി നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ അടുത്ത ഓരോ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ ഈ വീടിൻ്റെ ഓരോ ഘട്ടങ്ങളും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മളെ പൂജകൾ തുടങ്ങാനായിട്ടോ. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും തരുക. എന്ന് വെച്ചാൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഇങ്ങനെയുള്ള നിങ്ങളോട് കഴിയുന്ന സപ്പോർട്ടുകൾ എനിക്ക് തരുക. അതുപോലെ തന്നെ വീട് പെട്ടെന്ന് കയറുവാനും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പണി നടക്കുവാനും എല്ലാവരും പ്രാർത്ഥിക്കുക. യാതൊരു തടസ്സങ്ങളുമില്ലാതെ, പണികൾക്കൊന്നും യാതൊരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് തന്നെ വീട് കയറി കിട്ടണം. ആദ്യം തന്നെ വീടിൻ്റെ നമുക്കൊരു നിലവിളക്ക് കത്തിക്കാൻ പറഞ്ഞതാണ്. നമ്മുടെ ഒരു ദീപം നമ്മുടെ ഒരു ഐശ്വര്യമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നതിന് നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞതാണ്. അപ്പോൾ വലിയ ഏടത്തിയമ്മയാണിത്. അവർ ദീപം തെളിയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏട്ടൻ്റെ ഭാര്യ ഏട്ടനാണ്. അവർക്കാണ് ആദ്യം തന്നെ കുറ്റിയടിക്കുമ്പോൾ 4 വീടുള്ളതുകൊണ്ട് ഏറ്റവും വലിയ ആളെ കുറ്റിയാവണം, ജ്യേഷ്ഠൻ്റെ കുറ്റിയാവണം ആദ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ്റേതാണ് ആദ്യം തന്നെ ചെയ്യണത്. അവർ പൂജ കാര്യകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ്, കാരണം 4 വീടുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കി ചുരുക്കി എടുത്തതാണ്, എന്നാലേ നിങ്ങൾക്കിത് കണ്ട് മുഴുവനാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വോയിസ് പോക്കിയത്. കാരണം ഇത് ചുരുക്കി കഴിയുമ്പോൾ വോയിസൊക്കെ എന്തോ ഒരു വേറൊരു സൗണ്ടായിട്ടല്ലേ തോന്നുന്നത്, നമ്മൾ ചുരുക്കി എടുക്കുമ്പോൾ, സ്പീഡ് കൂട്ടുമ്പോഴൊക്കെ. അപ്പോൾ വോയിസ് ഇടുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുക. അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത സമയത്തുള്ള വോയിസുകളെല്ലാം പോക്കിയത്. നല്ല വെയിലാണ്, ആകെ നിരത്തിയിട്ട സ്ഥലമല്ലേ. അത് മരങ്ങളൊന്നും ഇല്ലാത്തതിനോണ്ട് ഇപ്പം തന്നെ നല്ല ചൂടായിട്ടുണ്ട്. സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. 4 കുറ്റിയും കൂടി അടിക്കുന്ന സമയമാകുമ്പോഴേക്ക് ഉച്ചയാവും. നല്ല വെയിലായിരിക്കും. ഒരു വീട്ടിലേക്കുള്ള ആളെയാണ് ആ കാണുന്നത്. ഏടത്തിയമ്മയോട് നിറപ്പറ നായയിലേക്ക് അരി നിറയ്ക്കാൻ പറഞ്ഞതാണ്, നിറഞ്ഞ് തുളുമ്പണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് ആ ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദനത്തിരി കത്തിക്കുകയാണ്. നിലവിളക്കിൻ്റെ തിരി തെളിയിച്ച ആ തിരിയിൽ നിന്നാണ് ചന്ദനത്തിരി കത്തിച്ചത് എടുത്തത്. കർപ്പൂരമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കന്നിമൂല, അതാണ് ആ വീടിൻ്റെ കന്നിമൂല, ആ കന്നിമൂലയിലേക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവർ തന്ന പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടേക്ക് ചേർക്കാൻ പറഞ്ഞതാണ്. കന്നിമൂലയിൽ വെച്ചിട്ടാണല്ലോ ഫസ്റ്റ് തന്നെ കുറ്റിയടി തുടങ്ങുക. അതുകൊണ്ടാണ് കന്നിമൂലയിൽ ആ ഭാഗത്ത് വെച്ചിട്ട് പൂജ നടക്കുന്നത്. ഇത് ഗുരുദക്ഷിണ, നമ്മളൊരു പ്രായമായ ആൾക്കാരുടെ അടുത്ത് ദക്ഷിണ കൊടുക്കുകയാണ്. കാരണം നമ്മളൊരു ഐശ്വര്യത്തിനോ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ബഹുമാനം, നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് ഇതാക്കണ നമുക്കൊരു ഇതല്ലേ, അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ ഒരു തൊഴുതാണ് കണ്ടത്. അവരുടെ ഒരു അനുഗ്രഹം വാങ്ങിച്ചതാണ്. ഗുരു ദക്ഷിണ കൊടുത്ത് കാരണവന്മാരുടെ അടുത്ത് നിന്ന് ഒരു അനുഗ്രഹം വാങ്ങിച്ചതാണ് നമ്മൾ കണ്ടത്. ഇപ്പം വലിയേട്ടൻ്റെ കുറ്റി അടിക്കുകയാണ്. വീട്ടിലെ ഓരോരുത്തരോടും കുറ്റിയിലൊന്ന് അടിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ വലിയേട്ടൻ്റെ കുറ്റിയടി കഴിഞ്ഞു. രാവിലെ ആരും ഫുഡൊന്നും കഴിക്കാതെ ചായ കുടിച്ചിട്ടില്ല. കാരണം രാവിലെ 7 മണിക്കായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇവിടെ ഏൽപ്പിച്ചതായിരുന്നു. നമ്മുടെ പുതിയ വീടിൻ്റെ അയൽവക്കമായിട്ടുള്ളൊരു വീടാണിത്.
അപ്പോൾ അവിടെ ഫുഡെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. പിന്നെ വന്നവരൊക്കെ കൊണ്ടുവന്ന സ്വീറ്റ്സുകളൊക്കെയാണ് അത്. ഹലുവ, ലഡു, ജിലേബി ഒക്കെ ഉണ്ട്. ഇഡ്ഡലി, സാമ്പാർ, വട, ചട്ടിനി, ചായ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഉച്ച 1 മണി 2 മണി വരെ നമ്മളെ പരിപാടി ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിലേക്ക് ചായ കുടിക്കാൻ പോകാനുള്ള സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് ചായ ഏർപ്പാടാക്കിയത്. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛന് വരാൻ സുഖമില്ല, എന്നാലും വീടിൻ്റെ കുറ്റിയടി കാണാനൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ അച്ഛൻ പോകുന്നതാണ്. അച്ഛന് ഏറ്റവും വലിയൊരു ഇതാണ് ഞങ്ങൾക്ക് വീടായി കാണാമെന്ന് പറയുന്നത്. അച്ഛൻ്റെ വലിയൊരു സന്തോഷം കൂടിയാണ്. ഇപ്പം 2ാമത്തെ വീടിൻ്റെ കുറ്റിയടി തുടങ്ങുകയാണ്. അതായത് എൻ്റെ വീട്, എനിക്കും കൂടെ ഉള്ള വീടാണ്. ഇനിയിപ്പോൾ അതിന് ചെറുതായിട്ടൊരു പൂജയും കാര്യങ്ങളൊക്കെ ചടങ്ങ് നടത്തണം. അവർ എൻ്റെ അടുത്ത് നിലവിളക്ക് തെളിയിക്കാൻ പറഞ്ഞു. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, പെട്ടെന്ന് വീട് കയറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിലവിളക്ക് തെളിയിക്കുകയാണ്. ഈ തിരി തെളിയുന്നത് പോലെ തന്നെ നമ്മുടെ പുതിയ വീടും തെളിഞ്ഞു വരട്ടെ. സർവ്വ ഐശ്വര്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് തിരി കൊളുത്തുകയാണ്. നല്ല വെയിലായിട്ടുണ്ട്. അതാണ് നമ്മുടെ നിഴൽ. എല്ലാവരും നിഴലും കാണില്ലേ. നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് 2 വീടിൻ്റെ കുറ്റിയടിക്കാനും കൂടെ ഉണ്ട്. ആ സമയത്ത് ഇവിടെ നിൽക്കാൻ കഴിയുമോ തന്നെ അറിയില്ല, അത്രയും വെയിലാണ്. മരങ്ങളൊന്നുമില്ലല്ലോ, ഒക്കെ മുറിച്ച് കളഞ്ഞ്. ഞങ്ങൾ മുറിച്ചതല്ല, വാങ്ങിച്ച സമയത്ത് തന്നെ ഇങ്ങനെ നിരത്തിയിട്ടൊരു സ്ഥലമായിരുന്നു. ഏതായാലും വീട് വയ്ക്കാൻ അതെല്ലാം പോക്കണമല്ലോ. അങ്ങനെ നിരത്തിയിട്ട ഒരു സ്ഥലത്ത് ഭയങ്കര വെയിലാണ്. അവർ പറഞ്ഞ പോലെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യാണ്. നല്ല കാറ്റുണ്ട്, അതേപോലെ വെയിലുണ്ട്. നല്ല വെയിലായിട്ട് നിൽക്കാൻ കഴിയണില്ല. അപ്പോൾ തലയിൽ മുണ്ടിട്ടിട്ട് ക്രിയകൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ചോദിക്കുകയാണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, വെയിൽ കൊള്ളുമ്പോൾ തലയിൽ മുണ്ടിട്ടതാണ്. അപ്പോൾ മുണ്ടിട്ട് തന്നെ പുതിയ വീടിന് ക്രിയ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വെയിലിൻ്റെ ആയതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിലവിളക്കിൻ്റെ തിരികളൊക്കെ കാറ്റടിച്ചിട്ട് നല്ല കാറ്റുണ്ട്. തിരി കെടാതിരിക്കട്ടെ, കെട്ടുപോവും, അത്രയും കാറ്റാണ്. നാഴി എടുത്തിട്ട് അതിൽ അരി നിറയ്ക്കുകയാണ്. നാഴി
നിറഞ്ഞ് തുളുമ്പണം എന്നാണ് പറഞ്ഞത്. അടുത്തടുത്തായിട്ട് വരും വീട്. തൊട്ടടുത്ത് ഒരു മുറ്റം ആയിരിക്കും 2 വീട്ടുകാർക്ക് ഉണ്ടാവുക. അതേപോലത്തെ രീതിയിലായിരിക്കും വീട് വരിക. കൂടുതൽ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ആ നിഴൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ വെയിലിൻ്റെ ഒരു ഗാഢത. അവില്, ശർക്കര, മലര്, തേങ്ങ എല്ലാം ഉണ്ട് പൂജയ്ക്കായിട്ട്. മുന്തിരി, കർപ്പൂരം, പഴം, ചന്ദനത്തിരി, പൂവുകൾ. നാല് ദിക്കിലുള്ള ദേവന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ മുറിച്ചുപോയ മരങ്ങൾ, പക്ഷിമൃഗാദികൾ, വെള്ളം എല്ലാറ്റിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് ഒഴിവാക്കി പോയ മരങ്ങൾ, അതുപോലെ മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ എല്ലാം നമുക്ക് മാപ്പ് തരണം എന്നുള്ളൊരു പ്രാർത്ഥന. അതുപോലെ തന്നെ വെള്ളം, കാറ്റ്, വെളിച്ചം ഇതൊക്കെ യഥേഷ്ടം നമുക്ക് കിട്ടണം. യാതൊരു അസുഖങ്ങളൊന്നുമില്ലാതെ സർവ്വ ഐശ്വര്യത്തോടു കൂടി ജീവിതം സുഖകരമാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ കാണുന്നത്. അച്ഛനൊക്കെ വെയിൽ കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അച്ഛന് വയ്യ, എങ്കിലും ആ ഒരു കാണാനുള്ള ഇഷ്ടം കൊണ്ട്, ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് അച്ഛൻ പോകുന്നതാണ്. വെയിൽ കൊണ്ട് വയ്യാണ്ട് ആയിൻ്റെ. അമ്മ വെയിലായതുകൊണ്ട് കുറച്ച് മാറി നിൽക്കുകയാണ്. അമ്മയും വന്നിട്ടുണ്ട്. ഇങ്ങനെ പൂജയൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറ്റടിക്കുന്ന സമയത്ത് തന്നെ മനസ്സിന് നമുക്കൊരാശ്വാസം, ഒരു സന്തോഷം വരികയാണ്. നമുക്കെല്ലാവരെയും തൃപ്തിപ്പെടുത്തണ, മരിച്ചുപോയ ആളുകളെയും എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പൂജ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു മനസ്സിൽ എന്തോ ഒരു സന്തോഷം, ഒരു കുളിർമ, ഒരു സമാധാനം കിട്ടുന്നത് പോലെ ഇപ്പോൾ തന്നെ തോന്നുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെ കടാക്ഷങ്ങളും നമുക്കുണ്ടാവട്ടെ. അതുപോലെ തന്നെ വീടെടുക്കാൻ ഒരുങ്ങുന്ന എല്ലാവരും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവനവൻ്റെ സ്വപ്നമായ വീടുകൾ വേഗം ഉയർന്നു വരട്ടെ. അതിനുള്ള സാഹചര്യങ്ങളും എല്ലാവർക്കും ഒത്തു വരട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഏതൊരു വീടും നഷ്ടപ്പെടാതെ, ആർക്കും യാതൊരു നഷ്ടപ്പാടും കഷ്ടപ്പാടും ഇല്ലാതെ എല്ലാവരും വീടെടുത്ത് സമാധാനത്തിനും സന്തോഷത്തോടും ജീവിക്കാൻ ഈശ്വരൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കണം. നമുക്ക് അടിക്കാൻ പോകുന്ന കുറ്റിയിലാണ് ഇനി പൂജ പ്രാർത്ഥിച്ചിട്ട് അതൊന്ന് പൂജിക്കാൻ പറഞ്ഞു. കർമ്മങ്ങളൊക്കെ അവസാന രീതിയിലേക്ക് എത്തുകയാണ്. രണ്ടാമത്തെ വീടിൻ്റെ ഇനി അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടും കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. ഇതാണ് അമ്മ. എല്ലാ കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ എല്ലാം ചെയ്യാൻ പറഞ്ഞ് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ കുറ്റിയടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കുറ്റിയടിക്കുകയാണ്. വീടിൻ്റെ ഞങ്ങൾ രണ്ടുപേരും കുറ്റിയടിച്ചു. ഇനി എല്ലാവരോടും ആ കുറ്റിയിൽ എല്ലാ പ്രാർത്ഥനയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും കുറ്റി മേടാൻ പറഞ്ഞതാണ്. ഇതാണ് മോനെ. ഒരാളും കൂടെ ഉണ്ട്. അവനിവിടെ നാട്ടിലില്ല. അങ്ങനെ വളരെ എന്താ പറയുക, വെയിലേറ്റ് എല്ലാവരും ബുദ്ധിമുട്ടായി ഉണ്ടാവും. എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ കുറ്റിയടി നിർവഹിച്ചു. പൂജ ചെയ്ത ആൾക്ക് നമ്മളൊരു ദക്ഷിണ കൊടുക്കും. ആ ദക്ഷിണയാണ് കൊടുക്കുന്നത്. അച്ഛന് ദക്ഷിണ കൊടുത്തിരുന്നു. അപ്പം അച്ഛൻ അത് ഇങ്ങോട്ടെ കൊടുക്കാൻ നോക്കുകയാണ്. അച്ഛന് ആദ്യത്തെ പോലെ അത്ര വലിയ ഇതില്ല. അപ്പോൾ അച്ഛന് അത് ഒരു കൺഫ്യൂഷൻ. അച്ഛൻ ആദ്യമൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയായിരുന്നു. ഇപ്പം അച്ഛന് സംശയം. അപ്പം അച്ഛൻ അത് കൊടുക്കാൻ നോക്കുകയാണ്. ഇത് മൂന്നാമത്തെ വീടാണ്. മൂന്നാമത്തെ വീടിൻ്റെ കുറ്റിയടിക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലാണ്. സർവ്വ പാപങ്ങളും ഈ കുറ്റിയടിയോട് കൂടി തന്നെ തീരും. പാപം ഉണ്ടെങ്കിൽ അത്രയും വെയിൽ കൊണ്ടുകൊണ്ടാണ് കുറ്റിയടിക്കുന്നത്. ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അവളെ നിലവിളക്ക് കൊളുത്തി നാക്കിലയിലേക്ക് വയ്ക്കുകയാണ്. കുറ്റിയടിക്കാനുള്ള
കുറ്റി അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാണ്. നന്നായിട്ട് തിരി കൊളുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല കാറ്റുണ്ട്. അപ്പോൾ തിരി കെടുമോ എന്നൊരു പ്രയാസമാണ് മനസ്സിൽ. തുറന്നൊരു സ്ഥലമായതുകൊണ്ട് നന്നായിട്ട് കാറ്റ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മറച്ചത്, നെറ്റൊക്കെ ഇട്ട് മറച്ചതാണ് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകളാണ് കാണുന്നത്. രണ്ടാമത്തെ കുറ്റിയടിച്ചപ്പോൾ പറഞ്ഞ കാര്യം പോലെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വീടിൻ്റെ കുറ്റിയടി കഴിഞ്ഞാൽ അടുത്ത് തന്നെ നമ്മൾ കല്ലിടൽ കർമ്മം ഉണ്ടാവും. കല്ലിടൽ കർമ്മം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. കറണ്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ടിന് നാളെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കറണ്ട് കിട്ടും. വീഡിയോ ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കി എടുത്ത് കാണിക്കുന്നത്. നമ്മൾ പൂജാക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും കൈ നനയ്ക്കാൻ പറഞ്ഞതാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുക. ഇവരെ വീടിൻ്റെ കന്നിമൂലയാണ് ഈ ഒരു ഭാഗം. അവിടെയാണ് ഇപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിളക്കൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. കാറ്റായതുകൊണ്ട് പാളി നല്ലോണം ഉയർന്ന് തന്നെ കത്തുന്നുണ്ട്. ആ കൊടും വെയിലത്ത് നിന്ന് എല്ലാവരും മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും വീട് പെട്ടെന്ന് തന്നെ പണി തീരുവാനും ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാനൊക്കെ പ്രാർത്ഥിക്കുന്നത്.
നല്ല വെയിലാണേ. അതൊക്കെ അവിടെ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, മറ കെട്ടിയതുപോലെ കാണുന്നത് നിലവിളക്ക് കെട്ടിട്ട് വെച്ചതാണ്. കെടുമെന്ന് വിചാരിച്ചിട്ട്, തിരി കെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് മറ പിടിച്ചതാണ്. അത്രയും കാറ്റടിക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ നിലവിളക്ക് കെട്ടു പോകുന്നതിനാണ് ആ ഒരു മറയൊക്കെ ഉണ്ടാക്കിയത്. ഈ വീട്ടിലെ മോനാണ് നിൽക്കുന്നത്. മോളിവിടെ സ്ഥലത്തില്ല, മോനേ ഉള്ളൂ. നിങ്ങളൊക്കെ നാട്ടിൽ ഇതേപോലെ തന്നെയാണോ കുറ്റിയടി നടക്കാറ്? ഇത് 4 വീടിൻ്റെയും കൂടെ ഒന്നിച്ചായതുകൊണ്ടാണ് ഇത്രയും വെയിലായത്. ഇല്ലെങ്കിൽ രാവിലെ കുറ്റിയടിച്ച് കഴിയുന്നതാണ്. കുറ്റിയിലേക്കുള്ള പൂജയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സർവ്വ ഐശ്വര്യത്തോടും കൂടി കുറ്റിയടിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറ്റിയിലേക്കുള്ള പൂജയും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറ്റിയടി നടന്നു. അപ്പോൾ നമ്മൾ 3 വീടിൻ്റെ കുറ്റിയടി ഇതിൽ കാണിച്ചിട്ടുള്ളൂ. 4 വീടിൻ്റെ 3ഉം 4ഉം വീടിൻ്റെ കുറ്റിയടി ഒന്നിച്ച് കൂട്ടിയാണ് കാണിച്ചത്. കാരണം 4ാമത്തെ വീടിൻ്റെ ആൾ ഇവിടെ ഇല്ല, അവർ പുറത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ ചടങ്ങും നമ്മൾ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് 3ഉം 4ഉം വീടിൻ്റെ കുറ്റിയടി ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. 4 വീടിനും കുറ്റി അടിച്ചിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സാക്കിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ വീടിൻ്റെ കുറ്റിയടി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ നല്ലൊരു ദിവസമായതുകൊണ്ട് പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കന്നിമൂലയിൽ നിന്ന് കുറച്ച് മണ്ണ് നീക്കിയിട്ട് പണി ഉദ്ഘാടനം ചെയ്യാണ്. ഇതാണ് വലിയേട്ടൻ. അപ്പോൾ അവരൊരു തുടക്കം ഇന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ കുറ്റിയടി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ഇനി ബാക്കിയുള്ള വർക്കുകളും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് 2ാമത്തെ ഏട്ടൻ്റെ വീടാണ്, അതായത് എൻ്റെയും കൂടെ വീട്.
അപ്പോൾ ഇവിടെയും ഒരു സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ്. ഇനി മറ്റേ 2 വീടിനും ഇതേപോലെ സ്റ്റാർട്ടിങ് ആയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ എൻജിനീയർ. മലപ്പുറം ജില്ലയിൽ വിളയിലാണ് താമസിക്കുന്നത്. പേര് ഉസ്മാൻ എന്നാണ്. ഇവരെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ വർക്ക് നടക്കുന്നത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്ക് ഷെയറൊക്കെ തരിക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്.